അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്തിനാണ് ജോസ് കെ മാണി കൂടിയേ തീരൂ എന്ന ബലം പിടുത്തം LDFന്? ജോസ് കെ മാണി കൂടി ഇല്ല എങ്കിൽ വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ബോധ്യത്തിലാണോ CPM ഇങ്ങനെ ഒരു കളിക്ക് കൂട്ടുനിൽക്കുന്നത്? ജോസ് കെ മാണിയെ ഏത് വിധേനയും മുന്നണിയിൽ പിടിച്ചു നിർത്തുവാൻ അതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇന്നലെ CPMന്റെ പല പ്രമുഖ നേതാക്കളും ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതിലവർ വിജയിച്ചു, താൽക്കാലികമായിട്ടാണെങ്കിലും. അഡ്വക്കേറ്റ് ബൽദേവ്, ജോസ് കെ മാണിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ഞങ്ങളല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമത്തെ കക്ഷിയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്. അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയിലുണ്ട്. ഞങ്ങൾ അതിനെ പിടിച്ചു നിർത്തുന്നത്, അദ്ദേഹത്തെ പിടിക്കാൻ വലയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും കൂടാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ. അവർക്കാണ് ബോധ്യം കേരള കോൺഗ്രസ് മാണിയും കൂടെ വന്നെങ്കിൽ മാത്രമേ മധ്യ തിരുവിതാംകൂറിൽ UDFന് മുൻതൂക്കം ഉണ്ടാക്കാൻ പറ്റൂ. അവർ വലയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന 10-12 സീറ്റുകൾ നൽകാം, രാജ്യസഭാ സീറ്റ് നൽകാം, ലോക്സഭാ സീറ്റ് തിരിച്ചു നൽകാം. പാലാ സീറ്റ് UDFിൽ ഒരു അംഗമായിരുന്ന മാണി സി കാപ്പനെ മാറ്റിയിട്ട് പാലാ സീറ്റ് വിട്ടു നൽകാം. ഈ ഓഫറൊക്കെ കൊടുക്കുന്നത് ഞങ്ങളല്ല, UDF ആണ്. അല്ല, തിരിച്ച് ജോസ് കെ മാണിക്കും അത് സമ്മതമാണ്. ജോസ് കെ മാണിക്കും അത് സമ്മതമാണ്. പ്രശ്നമായത് റോഷി അഗസ്റ്റിൻ ഇടഞ്ഞു നിന്നതാണ്. അദ്ദേഹം LDF വിട്ട് വരാൻ ഞാനില്ല എന്ന് പറയുന്നു. പ്രമോദ് നാരായൺ MLAയും ആ നിലപാടെടുക്കുന്നു. പിന്നെ അവസാനം അറിയാൻ കഴിഞ്ഞത് N ജയരാജ് MLAയും അതേ നിലപാടിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഭൂരിപക്ഷം MLAമാരുടെ പിന്തുണ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ജോസ് കെ മാണി മാറി. അങ്ങനെ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. അതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ. അതിനിടയിൽ താങ്കൾ പറഞ്ഞു ഒരു ശ്രമവും നടന്നിട്ടില്ല. CPMൽ നിന്ന് ശക്തമായ ശ്രമം ഉണ്ടായി. കാരണം ജോസ് കെ മാണി കൂടി പോയാൽ തകർന്നു തരിപ്പണമാകും എന്നുള്ള ഒരു ബോധ്യം ഇതിനകം വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നമായത്. UDFിന്റെ കാര്യം ശരിയാണ്, UDFനും വേണം ജോസ് കെ മാണി. എന്തിനാണ് ഇങ്ങനെ ഈ ബാർഗൈനിങ് രാഷ്ട്രീയത്തിന് നിന്നു കൊടുക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ, ഞങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറിയ പാർട്ടി, എന്റെ പാർട്ടി തന്നെ ചെറിയ പാർട്ടിയാണ്. ഞങ്ങൾ പോലും വിട്ടുപോകാൻ LDF നിർത്താൻ തയ്യാറല്ല. കാര്യം മുന്നണിയുടെ ഒരു കെട്ടുറപ്പാണത്. ഞങ്ങൾക്ക് ആഘോരം വിലയുള്ള ഒരു ചെറിയ പാർട്ടിയാണ്. എങ്കിൽ പോലും ആ പ്രസ്ഥാനം പോലും വിട്ടുപോകാൻ LDF എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളെല്ലാം ഒരു സംരക്ഷിച്ച് ഒരു കുടക്ക് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ അതിനകത്തൊരു മുന്നണി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒരു രാഷ്ട്രീയ പാർട്ടി വിട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടേതായിട്ടുള്ള കുഴപ്പം കൊണ്ട് വിട്ടുപോകരുത്. വിട്ടുവീഴ്ച ചെയ്താൽ അവർ മുന്നണി നിലനിർത്തും. അത് അധികാര കൈമാറ്റത്തിന്റെ അധികാരം നിലനിർത്താനുള്ള ഭാഗമല്ല. മുന്നണിയിൽ ഒരു ഘടകകക്ഷി, അത് 10-12 കക്ഷികളുണ്ട്. അതിൽ ചെറിയ കക്ഷിയായാലും വലിയ കക്ഷിയായാലും ഇപ്പൊ CPMായിട്ട് പ്രശ്നം ഉണ്ടായല്ലോ, ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. അങ്ങനെ ഘടകകക്ഷികളുമായിട്ട് പലരുമായിട്ടും പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ പോലെയുള്ള പരിഗണന അടുത്ത കാലത്ത് ഒരു ഘടകകക്ഷിക്കും CPM നൽകിയിട്ടില്ല. അവർക്ക് അതിനുള്ള ശക്തിയുണ്ട്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.